ക്കാൻ വേണ്ടി മാത്രം സമദൂരം എന്ന നയം ഉപേക്ഷിച്ചു എന്ന് NSS പ്രഖ്യാപിച്ചിരിക്കുന്നു. VS-നെ തകർക്കുകയായിരുന്നു ഉദ്ദേശം എങ്കിൽ എന്തുകൊണ്ട് NSS ഈ നയപ്രഖ്യാപനം നേരത്തെ നടത്തിയില്ല? നായർ സമുദായത്തിൽപ്പെട്ട എല്ലാവരും NSS പറയുന്നിടത്ത് വോട്ട് കുത്തുന്നവരല്ല എന്ന് ബുദ്ധിയുള്ള ഏതൊരാൾക്കും അറിയാം. ബുദ്ധി അല്പം കൂടുതലുള്ള സുകുമാരൻ നായർക്കും ഇക്കാര്യം അറിയാവുന്നതാണ്. എന്നിട്ടും VS-നെ തോൽപ്പിക്കാൻ സമദൂര സിദ്ധാന്തം മാറ്റിവെച്ച് അല്ലെങ്കിൽ UDF-നെ സഹായിച്ചു എന്ന് NSS-ന്റെ ചുമതല വഹിക്കുന്ന സുകുമാരൻ നായർ ഇപ്പോൾ പറഞ്ഞത് എന്തുകൊണ്ടാകാം? അതും വോട്ടെടുപ്പെല്ലാം കഴിഞ്ഞ് ഫലപ്രഖ്യാപനം അടുക്കാറായ സമയത്ത്. ഞാനും മൂർഖൻ ചേട്ടനും കൂടി എന്തോ ഒരു മഹാകാര്യം ചെയ്തു എന്ന് പറയും പോലെ സുകുമാരൻ നായർ എന്തിന്റെയെങ്കിലും ക്രെഡിറ്റ് എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? NSS-ന്റെ നയപ്രഖ്യാപനത്തിലെ മാറ്റം, പുതിയ നയം, ഇതാണ് ഇത്തവണ കവർ സ്റ്റോറി ചർച്ച ചെയ്യുന്നത്. എല്ലാ പ്രേക്ഷകർക്കും കവർ സ്റ്റോറിയിലേക്ക് സ്വാഗതം. കേരള സമൂഹത്തിന് പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഉജ്ജ്വല സംഭാവനകൾ നൽകിയ പ്രസ്ഥാനമാണ് NSS. മന്നത്ത് പത്മനാഭൻ മുതൽ PK നാരായണപ്പണിക്കർ വരെ നീളുന്ന NSS-ന്റെ തലയെടുപ്പുള്ള നേതാക്കൾ കേരളീയ പൊതുസമൂഹത്തിന് നൽകിയ സേവനങ്ങൾ വിസ്മരിക്കാവുന്നതല്ല. കേരളത്തിന്റെ നവോത്ഥാന ചരിത്രത്തിൽ NSS-ന്റെ സ്ഥാനം ചരിത്രം അറിയാവുന്നവർക്ക് അറിയാം. മറ്റ് സമുദായ സംഘടനകളെ പോലെ തന്നെ NSS-ന്റെ രാഷ്ട്രീയ നിലപാടുകളെയും എക്കാലത്തും കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും മുന്നണികളും ശ്രദ്ധയോടെയാണ് നോക്കിക്കാണുന്നത്. കഴിഞ്ഞ 1.5 പതിറ്റാണ്ടായി NSS-ന്റെ രാഷ്ട്രീയ നയം സമദൂരമാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിയോടും പ്രത്യേകം അടുപ്പമില്ല, അകൽച്ചയുമില്ല. കഴിഞ്ഞ കുറെ തെരഞ്ഞെടുപ്പുകളിൽ ഈ സമദൂരം തന്നെയായിരുന്നു NSS-ന്റെ പ്രഖ്യാപിത നിലപാട്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപും നിലപാടിൽ മാറ്റമില്ലെന്ന് NSS നേതാക്കൾ അറിയിച്ചു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, എല്ലാവരും വോട്ട് ചെയ്തു. ഫലമറിയാൻ കാത്തിരിക്കുമ്പോഴാണ് NSS-ന്റെ ജനറൽ സെക്രട്ടറിയുടെ ചുമതല വഹിക്കുന്ന G. സുകുമാരൻ നായർ ഒരു വെടി പൊട്ടിച്ചത്. സമദൂരം ഞങ്ങൾ മാറ്റിവെച്ചത് ഇടതുപക്ഷത്തോടുള്ള എതിർപ്പുകൊണ്ടല്ല, വലതുപക്ഷത്തോടുള്ള അനുഭാവം കൊണ്ടുമല്ല. പക്ഷെ ഇടതുപക്ഷം ജയിച്ചാൽ അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയാകും, ഇത്രയും സംസ്കാരമില്ലാത്ത, ഇത്രയും ജനാധിപത്യത്തിൽ വിശ്വസിക്കാത്ത, താനാണ് എല്ലാത്തിനും വലുതെന്ന് പറഞ്ഞ് എന്ത് വൃത്തികേടും ചെയ്യാൻ മടിക്കാത്ത ഒരുത്തൻ വീണ്ടും ഇവിടുത്തെ മുഖ്യമന്ത്രിയാകുക എന്ന് പറഞ്ഞാൽ മന്നത്ത് പത്മനാഭൻ ജീവിച്ചിരിക്കുകയായിരുന്നെങ്കിൽ ആ സാമൂഹ്യ അനീതിക്കെതിരെ അദ്ദേഹം ശബ്ദമുയർത്തും എന്നുള്ള വിശ്വാസത്തിന്റെ പേരിൽ ഞങ്ങൾ അച്യുതാനന്ദൻ ഇവിടെ അധികാരത്തിൽ വരാൻ പാടില്ല, LDF അധികാരത്തിൽ വരാൻ പാടില്ല എന്നുള്ളൊരു നയം ഇത്തവണ സമദൂരത്തിൽ നിന്നുകൊണ്ട് തന്നെ പരസ്യമായി ഞങ്ങൾ എടുത്തു. അത് പരസ്യമായി പത്രത്തിൽ കൊടുക്കാനത് ഇടതുപക്ഷത്തിന്റെ നേതാക്കന്മാർ, വൈക്കം വിശ്വൻ അടക്കമുള്ള ആളുകൾ ഞങ്ങളെ വന്ന് കണ്ടപ്പോൾ ഞങ്ങൾ പരസ്യമായി അവരോട് പറഞ്ഞു, ഞങ്ങൾ സമദൂരമാണ്, പക്ഷേ ഇത്തവണ ഞങ്ങൾ ആ നിലപാടിൽ നിന്ന് മാറേണ്ടതായി വരും. കാരണം നിങ്ങളുടെ കൂട്ടത്തിലുള്ള നേതാവ് നിങ്ങൾ പറഞ്ഞാൽ പോലും കേൾക്കുകയില്ലാത്ത ഒരാള് വീണ്ടും അധികാരത്തിൽ ഇവിടെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് ഞങ്ങൾ അതിനെതിരാണെന്ന് പറഞ്ഞു. ക്രിസോസ്റ്റം തിരുമേനിയോട് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ മുറിയിൽ ക്യാമറ ഉണ്ടായിരുന്നുവെന്ന് സുകുമാരൻ നായർക്ക് അറിയുമായിരുന്നു. ദൃശ്യങ്ങൾ മാത്രമല്ല, ശബ്ദവും പതിയുന്നതാണ് വീഡിയോ ക്യാമറയെന്ന് നിരവധി വാർത്താ സമ്മേളനങ്ങൾ നടത്തിയിട്ടുള്ള അദ്ദേഹത്തിന് ആരും പറഞ്ഞു കൊടുക്കേണ്ടതില്ല. മാത്രമല്ല, ക്രിസോസ്റ്റം തിരുമേനി കേൾക്കാൻ വേണ്ടി മാത്രമല്ല സുകുമാരൻ നായർ ഇതെല്ലാം പറഞ്ഞതെന്നേ ദൃശ്യങ്ങൾ കണ്ടാൽ തോന്നും. രഹസ്യമായി പറഞ്ഞതായാലും പരസ്യമായി പറഞ്ഞതായാലും സംഗതി ഏറ്റു. പിന്നാലെ ആഭ്യന്തരമന്ത്രിയുടെ മറുപടി വന്നു. സമദൂരം എന്ന് പറഞ്ഞ നടത്തുന്നൊരു തട്ടിപ്പായിരുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് ആദ്യമേ അറിയാമായിരുന്നു. അവർ സമദൂരം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മിക്ക സന്ദർഭങ്ങളിലും ഇത്തരം നിലപാടുകൾ സ്വീകരിച്ചവരാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. അതവർ തുറന്നു പറഞ്ഞത് നന്നായി. അത്തരത്തിലുള്ള രീതിയിലൊക്കെ പദപ്രയോഗം നടത്തുന്നത് ശരിയാണോ എന്ന് അവർ തന്നെ ആലോചിക്കേണ്ടതാണ്. സമൂഹത്തിൽ എല്ലാവർക്കും ഓരോരുത്തർക്കും അതാതിന് സ്ഥാനങ്ങളുണ്ട്. ആ സ്ഥാനത്തിന് ഉള്ള ബഹുമതി എല്ലാവരും നൽകേണ്ടതാണ്. ബഹുമാനായിട്ടുള്ള ഒരു മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് അത്തരത്തിലുള്ള പദപ്രയോഗം നടത്തുന്നത് കേരളത്തിന്റെ സംസ്കാരത്തിന് യോജിച്ചതല്ല. സമദൂരം തട്ടിപ്പാണെന്ന് നേരത്തെ അറിയാമായിരുന്നുവെന്ന് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞെങ്കിലും
വോട്ടെടുപ്പിന്റെ തൊട്ടുമുൻപ് NSS 2 വള്ളത്തിലിരുന്ന കാലെടുത്ത് ഒരു വള്ളത്തിലേക്ക് വെച്ചത് LDFന് ഓർക്കാപ്പുറത്ത് കിട്ടിയ അടിയായി മാറിയെന്ന് വ്യക്തം. ഇങ്ങനെ ഒരു പണി കിട്ടുമെന്ന് കരുതി കാണില്ല. കഴിഞ്ഞ 5 വർഷവും LDFും NSSും തമ്മിൽ കാര്യമായ അഭിപ്രായ വ്യത്യാസങ്ങളൊന്നുമില്ലായിരുന്നു. മറിച്ച് കഴിഞ്ഞ 5 വർഷത്തെ NSS-UDF ബന്ധം പലപ്പോഴും പൊട്ടിത്തെറി ഉണ്ടാക്കുകയും ചെയ്തു. തങ്ങളോട് ആലോചിക്കാതെ ശശി തരൂരിനെ കേന്ദ്രമന്ത്രിയാക്കിയതിൽ പ്രതിഷേധിച്ച് NSS നേതാക്കൾ നടത്തിയ വാർത്താ സമ്മേളനവും ഡൽഹി നായർ പ്രയോഗവും ആരും മറന്നിട്ടില്ല. സ്ഥാനാർത്ഥി നിർണയത്തിൽ വേണ്ടത്ര പരിഗണന കിട്ടിയില്ലെന്ന് ഓരോ തെരഞ്ഞെടുപ്പിലും NSS UDFനോടും കോൺഗ്രസിനോടും പരാതി പറഞ്ഞു. പെരുന്നയിലെത്തിയ പല കോൺഗ്രസ് നേതാക്കളോടും ഇങ്ങോട്ട് കയറണ്ട എന്ന് പറഞ്ഞ് അവരെ മടക്കി. KC വേണുഗോപാലിനെ കേന്ദ്രമന്ത്രിയാക്കിയപ്പോഴാണ് NSSന്റെ കോൺഗ്രസ് വിരോധം ഒരു പൊടിക്ക് അടങ്ങിയത്. ഇപ്പുറത്ത് LDFന് കാര്യങ്ങൾ കുറെ കൂടി സ്മൂത്തായിരുന്നു. സർക്കാരിന്റെ പല തീരുമാനങ്ങളെയും അംഗീകരിക്കുന്നതായി NSS നേതൃത്വം പലതവണ പറഞ്ഞു. കാലാകാലങ്ങളായി NSS ആവശ്യപ്പെടുന്ന സാമ്പത്തിക സംഭരണത്തിന് LDF അനുകൂല നിലപാടെടുത്തു. ദേവസ്വം ഭേദഗതി ബിൽ NSSന്റെ താൽപര്യമനുസരിച്ച് സർക്കാർ മടക്കിവെച്ചു. അനഭിമതനായിരുന്ന G. സുധാകരനെ മാറ്റി കടന്നപ്പള്ളി രാമചന്ദ്രനെ ദേവസ്വം മന്ത്രിയാക്കി. മന്ത്രിയായ കടന്നപ്പള്ളി ആദ്യം ഓടിയെത്തിയത് പെരുന്നയിലേക്കായിരുന്നു എന്നതും ആരും മറന്നിട്ടില്ല. KN ബാലഗോപാലും TN സീമയും ഇടതുപക്ഷ MPമാരായി രാജ്യസഭയിലേക്ക് പോയപ്പോഴും NSS ഹാപ്പിയായിരുന്നു. ഇത്രയൊക്കെ ചെയ്തിട്ടും സമദൂരം എന്ന NSSന്റെ ഉറപ്പ് കുറുപ്പിന്റെ ഉറപ്പായല്ലോ എന്നാണ് ഇപ്പോൾ പലരും പറയുന്നത്. കാരണം അവർക്ക് നിഷേധിക്കാൻ കഴിയില്ല. NSSനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ സൂചിപ്പിച്ചതാണ്, ഈ കഴിഞ്ഞ 5 വർഷക്കാലത്തെ ഈ ഗവൺമെന്റിൽ ഒരുപാട് പ്രശ്നങ്ങൾ NSSനെ സംബന്ധിച്ചുണ്ടായിട്ടുണ്ട്. ആ പ്രശ്നങ്ങളിലൊക്കെ ആത്മാർത്ഥമായ ഇടപെടൽ ക്യാബിനറ്റിന്റെ ഭാഗത്ത്, പ്രത്യേകിച്ചും മുഖ്യമന്ത്രിയുടെ ഭാഗത്ത്, പ്രത്യേകിച്ചും കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് എനിക്ക് നല്ലതുപോലെ സാക്ഷ്യപ്പെടുത്താൻ കഴിയും. പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. NSS നേതൃത്വത്തിനെതിരായിട്ടുള്ള കനത്ത കടന്നാക്രമണം ഞങ്ങളുടെ തന്നെ ഭാഗത്തുനിന്ന് പല ഭാഗത്തുനിന്നും ഉണ്ടായപ്പോൾ അതിനെയൊക്കെ നിശബ്ദമാക്കുന്നതിലും അത് തെറ്റാണ് എന്ന് പറയുന്നതിലും ആർജവത്തോടുകൂടി നടപടി സ്വീകരിച്ച ഒരു മുഖ്യമന്ത്രിയാണ്. ആ മുഖ്യമന്ത്രി NSSനെ അവഹേളിച്ചു, NSSനെ പരിഗണിച്ചില്ല എന്നൊക്കെ പറയുന്നത് ഒരിക്കലും വിശ്വസനീയമല്ല. പിന്നെ എപ്പോഴും ഒരു നിലപാട് സ്വീകരിക്കാൻ ഒരു കാരണം കണ്ടെത്തുക എന്നുള്ളതാണ് പുതിയ രാഷ്ട്രീയ തന്ത്രം.